ഭയങ്കര ഒരു ദുഃഖമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മോക്ക് എന്താണ് ഇവിടെ ഇഷ്ടപ്പെട്ടത്, കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? ഐസ്ക്രീം. എൻ്റെ പേര് ഷാരി കൃഷ്ണൻ. ഞാൻ മൗനരാഗം ചെയ്യുന്നു. അതുപോലെ തീരുവാണ് ഇന്നെന്ന് ഒരു വിഷമമുണ്ട്. എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ഇവിടെ വരണം. രാവിലെ എണീക്കുമ്പോൾ IFFK പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഉറക്കണീക്കുന്നത്. പിന്നെ തീരണമുണ്ട്. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണ്ടേ. ഇത് എൻ്റെ ഫസ്റ്റ് IFFK ആണ് കേട്ടോ. 30th IFFK ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പുതിയ എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആർട്ടിസ്റ്റാണ്. എൻ്റെ പേര് കെസിയ. ഇങ്ങനെയല്ല ശരിക്കും മുമ്പുള്ള IFFKയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇങ്ങനെയല്ല. അതിശക്തമായിട്ട് ആൾക്കാർ ഒത്തിരി ക്രൗഡുകൾ ഉണ്ടായിരുന്നാണ്. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. IFFK 2025-ലാണുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. നമുക്കൊന്നും പറയാന്ന് വെച്ചാൽ ഒരുപറ്റ ആൾക്കാർ കഷ്ടപ്പെട്ട ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അത് ക്യാൻസൽ ആകുമ്പോൾ ഈ കഷ്ടപ്പെട്ടവർ ഒന്നും അല്ലാത്ത പോലെ ആയിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം പിന്നെ നമുക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനോട് ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു. ഇതിന്റെ പേര് കലാറാണി, SK ഗ്ലോബൽ കലാസാഹിത്യ ഫിലിം അക്കാദമി ചെയർപേഴ്സണാണ്. വളരെയധികം സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് കലാകാരികളുണ്ട്. അപ്പം ഇനിയുള്ള അടുത്ത വർഷത്തിലെങ്കിലും എല്ലാവരും സിനിമ സ്നേഹിക്കുന്ന, കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ IFFKയിൽ വന്ന് ഇതിൻ്റെ ഓരോ ഭാഗമാവാൻ അഭ്യർത്ഥിക്കുകയാണ്.